നോർത്ത് ഇന്ത്യൻ ഡിഷുകളിലെ താരമായ റാറ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ബേ ലീഫ് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ഏലക്കായും 2 ഗ്രാമ്പു, 1 ഇഞ്ച് വലുപ്പത്തിൽ ഒരു കഷ്ണം കറുവപ്പട്ട, പിന്നെ 2 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും ചേർത്തതൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇതെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്. സവാളയൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് സവാള ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. റാറ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അരയ്ക്കാനുള്ള മസാലക്കൂട്ട് നമ്മൾ പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം ബാക്കി വന്ന ഓയിലിലേക്ക് ചിക്കൻ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ 2 സൈഡും ഇതുപോലെ ചെറുതായി ഒന്ന് ബ്രൗൺ ആയി വരുന്ന വരെ ഒന്ന് വേവിച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് നേരം വേവിച്ചാൽ മതി. ഇനി നമ്മൾക്കിത് വീണ്ടും വേവിക്കാനുള്ളതാണ്. ഇത്രയും ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് നേരം നമ്മളിപ്പോൾ ഈ മസാല ചേർത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കീമയാണ്. ഒരു 300 ഗ്രാം കീമ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ എല്ല് മാറ്റിയിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കീമയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കീമയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച ആ മസാല ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. അരപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം 2 കപ്പ് വെള്ളം ചേർത്ത് ഒന്നും കൂടി ഇളക്കാം. വെള്ളം ചേർത്ത് ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ചിക്കൻ ഇപ്പോൾ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ നമ്മളിപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനിത് ഈ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലുള്ള കളറും ആ ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇനി സ്റ്റൗ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റാറ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അധികം ചേരുവകളൊന്നും ചേർക്കണ്ട നമുക്കിതിൽ, പക്ഷെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇതിൻ്റെ ഗ്രേവി അസാധ്യ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ മറക്കരുത്. അടുത്ത ദിവസം വേറൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.